ഇന്ന് നമ്മൾ ഹോങ്കോങ്ങിലുള്ള മറ്റൊരു ടെമ്പിൾ കാണാനായിട്ട് പോവുകയാണ്. ഫിഷ് ടെമ്പിൾ എന്നാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. അമ്പലത്തിന് പുറത്തായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിലൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ അവിടെ നിന്നൊക്കെ ചന്ദനത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ അമ്പലത്തിലോട്ട് പോകുന്നത്. ഇവിടെ പോയിട്ടുള്ള ടെമ്പിളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് തോന്നിയത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും. ഇതിൻ്റെ പേര് ഫിഷ് ടെമ്പിൾ എന്നാണല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം വിചാരിച്ച് നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് ഇവരുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഉള്ളിലോട്ട് കയറാം. അപ്പോൾ ഉള്ളിലോട്ട് കയറുന്നേക്കാൾ മുന്നേ ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോണത്. എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് നമ്മൾ ശിവ ടെമ്പിളിലൊക്കെ പോകുമ്പോൾ നന്ദീനൊക്കെ പ്രാർത്ഥിച്ച് പോണത് ആ ഒരു ഇതാണ് എനിക്ക് ആദ്യം തന്നെ തോന്നിയത്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ പല രൂപങ്ങളുണ്ട് കേട്ടോ. കോഴി, ആട്, കാള, അങ്ങനെ. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ നക്ഷത്രത്തിൻ്റെ എനിമൽസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇവിടുത്തെ ആളുകളൊക്കെ വളരെ ഭക്തിയോട് കൂടിയിട്ടാണ് കേട്ടോ അവിടെ പ്രാർത്ഥിക്കുന്നത് കണ്ടത്. പിന്നെ ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം താഴെയുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ ഒരു ആഗ്രഹം വിചാരിച്ച് അതിൽ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ കെട്ടി തൂക്കിയിരിക്കുന്നതാണ് ഇതെല്ലാം. പലതിലും പേരുകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നത് കണ്ടു. എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലെ അമ്പലത്തിലൊക്കെ നമ്മൾ മണി കെട്ടുന്ന അമ്പലമൊക്കെ ഉണ്ടല്ലോ, ഓരോ ആഗ്രഹങ്ങൾ വിചാരിച്ചിട്ട്, അതുപോലെ ഒരു സംഭവം തന്നെയാണ് ഇതും. അപ്പോൾ എല്ലാത്തിനും സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, കൂട്ടായിട്ട് ചന്ദനത്തിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ കാര്യമാണ് കേട്ടോ ചന്ദനത്തിരി വെച്ചിട്ടുള്ള പ്രാർത്ഥന. ഇവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് വീണ്ടും വരാനായിട്ട് തോന്നും. കുറേ പേര് ഇതുപോലെ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും ഫ്രൂട്ട്സ് ഒക്കെ സമർപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം, ഇവരിതുപോലെ ചരട് കെട്ടിക്കൊടുക്കും, കൈയിൻ്റെ വിരലിട്ട് കൊടുക്കും. അപ്പോൾ ഈ ചരട് വെച്ച് നമ്മൾ ഒരാഗ്രഹം വിചാരിച്ചിട്ട് ഇവിടെ പോയിട്ട് കെട്ടിയിടണം. അങ്ങനെ ആളുകൾ കെട്ടിയിട്ടാണ് ഈ ഒരു കയറിന് ഇത്രയും വണ്ണം വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെയായിട്ട് കുറച്ച് ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഒരു ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് എന്തെങ്കിലും കഴിക്കണമെങ്കിലൊക്കെ കഴിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഈ ഒരു ഹോങ്കോങ്ങിലെ ഈ ഒരു അമ്പലം. പിന്നെ ഞങ്ങൾ മെമ്മറീസിനായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് കണ്ടോ, മീനുകൾ, നിറയെ മീനുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ.